ഈ എല്ലാ സഖാക്കളെയും ചേർത്ത് പിടിച്ചിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. സഖാവ് ബാലകൃഷ്ണൻ, സഖാവ് കോടിയേരി സഖാക്കളെ ചേർത്ത് പിടിക്കും, അവരെ സ്നേഹിക്കും, സ്നേഹം കൊണ്ട് അവരെ കീഴടക്കും, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം യോജിപ്പിന്റെ തലത്തിൽ പരിഹരിക്കും. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിതുമ്പി പോവാറുണ്ട്. ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഭാഗ്യം ഉണ്ടായ നമുക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. ആ മനുഷ്യനൊക്കെ ജീവിച്ചിരിക്കണ്ടായിരുന്നില്ലേ? ആ മനുഷ്യനൊക്കെ ജീവിച്ചിരുന്നാൽ ഇന്ന് ഈ ഗതി ഈ പാർട്ടിക്ക് വരുമായിരുന്നോ? മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കൂട്ടിങ്ങ് പിടിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കും വേദനയ്ക്കും ഒരു പരിഹാരം കാണും. അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മഹത്വം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മഹത്വം. കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മഹത്വം അതാണ്. ഹൃദയവുമായി സംവദിക്കുന്ന ബന്ധം. അതാണ് പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കുമ്പോഴും ഘടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ സഖാക്കൾ തമ്മിലുണ്ടാകേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുണ്ടാകേണ്ട ഒരാത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സഖാവ് ബാലകൃഷ്ണൻ കോടിയേരി ഉണ്ടായിരുന്നു. ആ കോടിയേരി മരിച്ചതോടുകൂടി ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഇതാരെയും ചെറുതാക്കാൻ വേണ്ടി പറയുന്നതല്ല. ബോധ്യപ്പെടേണ്ട ആളുകൾക്ക് ഇത് ബോധ്യപ്പെടണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും തയ്യാറാകണം.